ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 8 ദിവസമോ 9 ദിവസമായിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, വീഡിയോ എടുക്കാനുള്ള ഒരു കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പ്രാവുകളെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വലൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്കിതൊന്ന് നീക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവുകളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള വിശേഷം എന്ന് വെച്ചാൽ നമ്മളെ പ്രാവുകളെ കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാനാണ്. അതോടൊപ്പം നമ്മളെ പ്രാവിൻ്റെ ഒരു മുട്ട കൈമന്ന് വീണ് പൊട്ടിപ്പോയിട്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞുള്ളൂ ഒരു കൂട്ടിൽ. ഇപ്പോൾ കൂടിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രാവ് കണ്ടോ, തലയുള്ള, അതിൻ്റെ മുട്ടയാണ് പൊട്ടിപ്പോയത്, അറിയാതെ കൈമന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇപ്പോൾ 3 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്തൊരു ജോഡി പ്രാവാണ് മുകളിലത്തേത് ഇപ്പോൾ കയറിപ്പോയത്. അപ്പോൾ ഇവിടെ വിരിഞ്ഞ 2 കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അവർ ജോഡി ഇട്ടുണ്ട്. പക്ഷേ ഇതെന്തിനാ വെറുതെ പോയി അടയിരിക്കുന്നതെന്ന് അറിയില്ല. മുട്ട ഒന്നും കിട്ടിയില്ല. ഒരു 5-6 ദിവസമായി ഇങ്ങനെ പോയിട്ട് അടയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇതുവരെ മുട്ടയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ്. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടൊക്കെ നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ താഴത്തെ എല്ലാ കൂടും വൃത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ കൊണ്ട് വെറുതെ അലമ്പാണ്ടായി അടിച്ചിട്ട് 2 കൂടും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ തലവെള്ളൊക്കെ നമ്മൾ വെട്ടിട്ടാണ്. പിന്നെ നമ്മൾ വലിച്ചൂരി ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ചിറകൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പറക്കും. അപ്പോൾ ഇവരൊന്നും നമ്മൾ വലിച്ചൂരിയില്ല, അവർക്ക് വലിച്ചൂരാണോ. അപ്പോൾ അവർക്ക് വലിച്ചൂരുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മളെ സബ്ജയാണ്. ഡ്രൈവർ പ്രായമായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം സൈസിൽ തന്നെയാണ് രണ്ടും ഉണ്ടായത്. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ സമയം വൈകിപ്പോയി, എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം 2 ആരോഗ്യത്തോടാണ്, 2 ഒരേ സൈസിലാണ് വരുന്നത്. അങ്ങനെ കിട്ടാറില്ല, 2 വേറെ വേറെ സൈസിലാണ് കിട്ടൽ. പക്ഷെ ഭാഗ്യത്തിന് 2 ഒരേ സൈസിലാണ് കിട്ടുന്നത്. നല്ല പാത്രമൊക്കെ വെച്ച് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും, ഫുൾ ടൈം തുറന്നിടലല്ലേ. അപ്പോൾ ഗൈസ്, കുഞ്ഞിനൊന്നും അധികം തൊട്ട് കളിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് ഉള്ളോട്ട് വെക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പാത്രത്തിന്. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത നമ്മളെ താഴത്തെ കൂട്ടത്തെ ആ തലവെള്ളൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ജോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെൺപ്രാവ് വെള്ളയിലാണ് വന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളയിൽ വരുന്നുണ്ട് കുഞ്ഞ്. ഇത് അത്യാവശ്യം അതേ സൈസിലുണ്ട്. ഇത് എണീച്ചൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ കൈയൊക്കെ വെക്കുമ്പോൾ. മറ്റേറ്റങ്ങൾ അങ്ങനെ എണീച്ചൊന്നും നിൽക്കുന്നില്ല. അത്യാവശ്യം സൈസ് ഉണ്ട്. 2 പേരും ഒരുമിച്ച് തിന്നാൻ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഫുഡിന് ഒരു കുഴപ്പമില്ല. പക്ഷെ മേലത്തെ കൂത്തിയിലാണെങ്കിൽ ഒരു ഡൗട്ട്, തിന്നാൻ കൊടുക്കുമെന്ന്. പക്ഷേ പോലും നല്ല രീതിയിൽ തന്നെ 2 പേർക്കും ഒരേ സൈസിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളോട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ എന്തായാലും അവിടെ പിടിച്ചു മാറ്റാനൊന്നും ഇട്ടില്ല. ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, മുട്ട എവിടെയെങ്കിലും ഇട്ടോന്ന് അറിയില്ല. ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല എവിടെ. അപ്പോൾ എന്തായാലും അവസ്ഥ എന്താണെന്ന് നോക്കുക. എന്തായാലും സീസൺ ആകുമ്പോഴേക്ക് മുട്ട ഇടുവോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണോ നോക്കുക. സീസൺ ആകുമ്പോഴേക്ക് മുട്ട നോട്ടിയില്ലെങ്കിൽ മാറ്റിയിടും. അപ്പോൾ പിന്നെ ജോഡി ഇടാനൊന്നും നിൽക്കില്ല. അപ്പോൾ എല്ലാ ജോഡിയും നമ്മൾ പൊട്ടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ ഈ കൂടിൻ്റെ ഡോറങ്ങ് പ്രാവ് പൊളിച്ചായിരുന്നുണ്ട്. അത് ആണി ഇങ്ങനെ ഇളകി പോയതാണ്. ഇത് പ്രാവ് ഈ കൂടിൻ്റെ ഡോറിൻ്റെ അവിടെ പോയി കയറി നിൽക്കുന്ന കൊണ്ട് ആ വെയിറ്റ് താങ്ങാതെ ഇതായതാണ്. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതേ ഉള്ളൂ, വലിയ രീതിയിലൊന്നും അപ്ഡേറ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ ഇങ്ങനെ നിലത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പ്രാവിന് തീറ്റ കൊടുക്കുന്നതൊക്കെ കാണാം. പിന്നെ ഗൈസ്, നമ്മളെ സീസൺ ആകുമ്പോഴേക്ക് കൂടൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രാവുള്ള കൂട്ടിൽ മാത്രമേ വൃത്തിയാക്കിയുള്ളൂ. ഇല്ലാത്ത കൂട്ടിലൊന്നും വൃത്തിയാക്കിയില്ല. അപ്പോൾ കുറേ കള്ളിക്കൂടുണ്ട് മുകളോട്ടൊക്കെ, അതിലൊക്കെ വൃത്തിയാക്കാണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിലുള്ള പേനൊക്കെ നമ്മളെ പ്രാവിൻ്റെ മേത്തേക്ക് കയറും. അപ്പോൾ എന്തായാലും സീസൺ ആകുമ്പോഴേക്ക് പ്രാവിനെ മൊത്തം പെൻ ശല്യം ഒഴിവാക്കണോ.
മറ്റേ ടോക്സിക്കോ അങ്ങനത്തെ എന്തോ ഒരു മരുന്നുണ്ട്, പേര് മറന്നുപോയി. അപ്പോൾ അത് അതിൽ മുക്കിയിട്ട് പാൻ്റെ ശല്യം ഒഴിവാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്, മെയിനായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ അൺപ്രാവ് തീറ്റ കൊടുക്കാൻ കയറുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് വാർപ്പിൻ്റെ മുകളിലോട്ട് കുറേ മാങ്ങകളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ സീസൺ ആകുമ്പോൾ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ കുറേ തൊഴിഞ്ഞ് നോക്കിയിട്ടൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ആയിട്ട് ചൂടല്ലേ. നമ്മളെ വായ്ക്കൂടിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ചെയ്തില്ല, അതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രായണൊന്നും ഇടലില്ല, ഒക്കെ നമുക്ക് ശരിയാക്കണം ടൈമുള്ളപ്പോൾ. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഗോതമ്പൊക്കെ. അപ്പോൾ റേഷൻ പീടികയിൽ പോയിട്ടൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത് കൊണ്ട് അത്യാവശ്യം നല്ലോണം തിന്നും പ്രാവുകൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് തോന കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ മെയിനായിട്ടൊന്നും പറയാനില്ല, ഇവിടെ അങ്ങനെ തന്നെയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ചോക്ക് വാങ്ങിയിട്ടുണ്ട്, നമ്മളെ കൂറച്ചോക്ക് എന്നറിയും. ഉറുമ്പിൻ്റെ ശല്യമുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങളെ കടിക്കാടക്കാൻ വേണ്ടിയിട്ട് കൂട് മൊത്തം വലിയാനാണ്. അപ്പോൾ ഇതിനൊരു 20 ഉറുപ്പ്യാണ് അല്ല. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ ഫുൾ ടൈം തുറന്നിടപ്പോൾ നമ്മൾ അറിയൂല പ്രാവുകൾ കൊത്തുവിടുന്നതൊന്നും. പിന്നെ നമ്മളെ പ്രാവ് അതാ പുറമേക്ക് ഇറങ്ങി വന്നേക്കുക. ഇതാണ് എപ്പോഴും അടയിരിക്കുന്നത് വേണ്ടാതെ. എന്താണെന്ന് അറിയൂല, പ്രാവിൻ്റെ അങ്ങനത്തെ മെമ്മറി ആയിരിക്കും, അങ്ങനത്തെ മൈൻഡുള്ള പ്രാവായിരിക്കും, അറിയൂല എന്താ അവസ്ഥ. ഇതുവരെ മുട്ട ഇട്ടില്ല, പെണ്ണാണെന്ന് കൺഫേം ആണ്. ജോഡിയൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മുട്ട ഒന്നും ഇട്ടില്ല. കുട്ടിയിലേക്ക് കുറേ കൊള്ളിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട്, എന്താണെന്നറിയൂല. ഇതാണ് അതിൻ്റെ ഒരു തുണ, സബ്ജപ്പുള്ളിയോ സബ്ജമൈന അങ്ങനത്തെ എന്തോ പറയൂ ഇങ്ങനെ അതിനെ. സബ്ജയിൽ ഇങ്ങനെ പുള്ളി വന്ന് അതിപ്പോൾ കൊത്തുവിടാനുള്ള വകയിലാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കൂടൊക്കെ അടിച്ചിടുന്ന വെച്ചാൽ ഇങ്ങനെ വേണ്ടാതെ ഇങ്ങനെ കൂട്ടിൽ കയറി ഇരിക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള കൂടൊക്കെ അടിച്ചിടുന്നത്. അപ്പോൾ ഇതിനൊന്ന് അങ്ങോട്ട് വിട്ടിട്ട് നമുക്ക് ഈ കൂടൊന്ന് അടിക്കുക. അത് വല്ലാത്ത സാധനമാണ്, എല്ലാവരെയും കൊത്തുന്ന പ്രാവാണ്. എല്ലാ പ്രാവിനെ വേണ്ടാതെ പോയിട്ട് ഇങ്ങനെ കൊത്തും, എന്നിട്ട് കുറേ തൂവലൊക്കെ പോക്കും. നമ്മൾ തുറന്നിടാൻ കൊണ്ട് കാണൂല, കാണുകയാണെങ്കിൽ നമ്മൾ തുളയ്ക്കൂ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ തലവെള്ള. അപ്പോൾ ഇതിൻ്റെ ചിറകാണ് വന്നതെന്ന് പറഞ്ഞ്, അതേപോലെ ഇതിൻ്റെ മുട്ടയാണ് കൈമന്ന് വിട്ടുപോയത്, കൈമേൽ പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ആദ്യം ഇവിടെ പറപ്പിക്കുന്ന പ്രാവ്, ഇപ്പോൾ പറക്കുന്നില്ല, ചിറകിനൊക്കെ നല്ല നീര് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് കട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഇപ്പോൾ പറക്കൂല. ഇപ്പം ഇവിടുന്ന് കൂടുമലക്കൊക്കെ പറക്കല്ലാതെ പറത്താൻ പോകുമ്പോൾ പറക്കൂല, വല്ല ഓലമല ഇരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഗൈസ് അത്യാവശ്യം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രായനൊക്കെ തീറ്റ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നമ്മൾ കൂട്ടിലാക്കണം. അപ്പോൾ ഓരോ ജോഡിക്കാണ് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെ പിടിക്കാൻ സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ കള്ളി വന്നത് ഒരു 4ാം കള്ളിയാണ് ഈ കുഞ്ഞ്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറത്തിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചോന്ന്, പക്ഷേ പറത്തിക്കാൻ ഡ്രൈവർ പ്രായമായിട്ടുള്ള ഒരു പ്രാവില്ലല്ലോ, അതുകൊണ്ട് പറത്തിച്ചില്ല. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഇങ്ങനെ കൂട്ടിലാക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് മേലത്തെ കൂട്ടിലുള്ള 2 എണ്ണം. അപ്പോൾ ഇതിനാണ് നമ്മൾ എല്ലാ പ്രാവിൻ്റെ കൂടെ വിടല്, ഇതാണ് ഡ്രൈവർ പ്രാവ്. പക്ഷേ ഇപ്പോൾ നല്ല വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ കൂട്ടിലാക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ച പ്രാവിൻ്റെ തുണയാണിത്. അപ്പോൾ ഇതൊരു ആൺപ്രാവാണ്, അപ്പോൾ നമ്മൾ ചിറക് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ചിറകൊക്കെ വലിച്ച് ഊരാണോ സീസൺ ആകുമ്പോഴേക്ക്, വർത്തിക്കാനല്ല എന്നാലും ഊരി വെക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തൊട്ടിപ്പുറത്തുള്ള കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവരെയും കൂടി ഒന്ന് ഉള്ളിലേക്കാക്കാം, വെറുതെ കൊത്തുകൂടണ്ടല്ലോ. അപ്പോൾ ഇവരെ കൂടും കൂടി ഒന്ന് അടിക്കുക.
അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അടിയത്തെ കൂട്ടത്തെ പ്രായനെ ആദ്യം കൊടുക്കുക തീറ്റ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ പാത്രത്തിൽ നിന്ന് എടുക്കണം. അപ്പോൾ കുറച്ച് ബാക്കി വന്നതാണ് അതിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് അതിലിപ്പോൾ അത്യാവശ്യം ഉണ്ട്. ഇനി ഓല് തിന്ന് കഴിഞ്ഞിട്ട് തീരാകുമ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും വലിയ തിന്നട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ താഴെ പോയിട്ട് നമ്മൾ പ്രാവിന് വേണ്ടിയുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇനി നമ്മളെ പ്രാവിൻ്റെ പാത്രത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് പ്രാവ് ഗോതമ്പൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി അതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ മൊത്തം ഒന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ചായിരിക്കും കാണുക, പക്ഷേ അതിലേക്ക് ഇട്ടാൽ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇടാം പാത്രത്തിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ തിന്നുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലുള്ള ആ സബ്ജൻ്റെ ആ കൂട്ടത്തെ പ്രാവിനെ ഒന്ന് ഇടാം, ഈ രണ്ടെണ്ണത്തിനെ ഒന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ആ ഡോറൊന്ന് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഡോറില്ലാതെ ശരിയാവില്ല. അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഡോറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഉറപ്പിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തത്. ആണിയല്ല, ഈ പ്രാവശ്യം സ്ക്രൂ ആണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവിടെ സൈഡിൽ കമ്പിയുണ്ട്. അപ്പോൾ ആ കമ്പിയായിട്ടൊന്ന് ഇങ്ങനെ കെട്ടിയിടുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൂടടിഞ്ഞു പോകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കൂട്ടത്തെ ഒരു കുഞ്ഞിനെ ഒന്ന് തുറന്നു കൊടുക്കുക തീറ്റ തന്നെ. അതേപോലെ താഴത്തെ കൂട്ടത്തെ ഒരു ജോഡി പ്രാവിനെയും തുറന്നു കൊടുക്കണം. അപ്പോൾ ഗൈസ് ഈ കൂട്ടത്തെ പ്രായം കൂടി നമ്മൾ ഒന്ന് തുറന്നു കൊടുക്കുക. ഇത് പുറമേക്ക് പോകുന്നൊന്നും അറിയാൻ പറ്റൂല. എന്തായാലും തുറന്നു കൊടുത്തുകൊണ്ട് അവർക്ക് തോന്നുമ്പോൾ പോലെ ഇറങ്ങട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോന് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ 14 മിനിറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടവർ കുറവായിരിക്കും. അപ്പോൾ കണ്ടവർക്ക് താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വിശേഷമായിട്ട് വരാം.